ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ വന്നായിരുന്നു ഇന്നലെ? ഞങ്ങൾ ഇന്നലെ രാത്രിയായിട്ട് മോളെ വന്നപ്പം അവിടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം പെറുക്കിയെടുത്ത് അവിടെ എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വന്നപ്പോൾ തന്നെ നേരെ ഒരുപാടായി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മണി 10:30 കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം. പടച്ചവനെ, ഒരു വർഷം പെട്ടെന്ന് അങ്ങ് പോയില്ലേ. എല്ലാം ഇന്നലത്തെ പോലെ തന്നെ അങ്ങ് തോന്നുവാങ്ങ്. പാവ നല്ലൊരു ചെറുക്കനായിരുന്നു. നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ചിരിക്കാതെ പോകത്തില്ലായിരുന്നു. അള്ളാഹുവേ, ഞാൻ ആയുസ് കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് വിഷമാവും. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ. മോൻ മാത്രമായിരുന്നോടി. ആ തള്ളയ്ക്കും തന്തയ്ക്കും ആ പെങ്ങളൊക്കെ എന്ത് നല്ല സ്നേഹമുള്ളവരെന്നറിയാവോ. നല്ല നല്ല സ്വഭാവവും നല്ല മനുഷ്യത്വമുള്ളവരായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ പൊന്നുമോനിക്ക് ആയുസ് കൊടുത്തില്ല, അത്രയും പറഞ്ഞാൽ മതി. എന്നിട്ടും മോൻ മരിച്ചിട്ട് പോലും എൻ്റെ മോളെ അവരിങ്ങോട്ട് വിട്ടില്ല. ഒരു വർഷം വരെ അവിടെ പിടിച്ച് നിർത്തിയില്ലേ. ഇപ്പോഴും വിടത്തില്ലായിരുന്നു. അവർക്ക് ആ വയ്യാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്യാനാ. അവരെ എൻ്റെ മോളെ മരുമോളായിട്ടല്ല കണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നാണെങ്കിൽ എന്തോ ഒരു കരച്ചിലായിരുന്നു എൻ്റെ മോളിങ്ങോട്ട് വന്നപ്പോൾ. ഭയങ്കര, അവർക്ക് വിട്ടു പിരിയാൻ വയ്യ. സാഹചര്യം മോശമായത് കൊണ്ടാണ് അവളെ കൊണ്ടുവരേണ്ടി വന്നത്. എന്ത് ചെയ്യാനാ റബ്ബേ. ആ ഉമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം? വേണ്ടൊക്കെ വയ്യാന്ന് മാത്രമേ നമുക്കറിയത്തുള്ളായിരുന്നു. എന്തായിരുന്നു അസുഖം ശരിക്കും? അവർക്ക് ക്യാൻസർ ആയിരുന്നടി. മോൻ മരിക്കുന്നതിന് മുമ്പേ അറിഞ്ഞതായിരുന്നു. 6 മാസം മുമ്പേ അറിഞ്ഞതായിരുന്നു. അങ്ങനെ അവന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവുകയും എല്ലാം മരുന്ന് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇച്ചിരി ഭേദപ്പെട്ട് വന്നതായിരുന്നു. അതെൻ്റെ മോളും പറഞ്ഞു കേട്ടു. ഇപ്പം ഇവൻ്റെ മരണമൊക്കെ വന്നപ്പോഴത്തേക്ക് അവരങ്ങ് തളർന്നു പോയി. അങ്ങ് ആകപ്പാട് കുഴപ്പം പിടിച്ചിരിക്കുക. അസുഖം കൂടി വരിക. അവളങ്ങ് തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത്. അവൾക്ക് പിന്നെ കൊണ്ടുപോകാനും വരാനും ഒക്കെ എളുപ്പമല്ലേ. പിന്നെ ചികിത്സിക്കാനും പണവും വേണം. അപ്പം എല്ലാവരോടും എടുത്ത് തീരുമാനം വീട് വിൽക്കാമെന്ന്. ഇപ്പം എന്തായാലും തള്ളയ്ക്കും തന്തയ്ക്കും ഇനിയിപ്പം മോടെ കൂടെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ എത്ര നാളൊന്നും പറഞ്ഞ് നിൽക്കും. അവൾക്കൊരു ജീവിതം വേണ്ടായ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു വർഷം ഒരാളെ പിടിച്ച് നിർത്തിയെങ്കിലും അവൾക്ക് തള്ളയ്ക്ക് വയ്യായിരുന്നു. പിന്നെ അപ്പം അവൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് കൊണ്ടുപോകുന്നു. ഇപ്പോൾ അവളെ കൊണ്ടുപോയാലും ആശുപത്രിയിൽ പോകാനൊക്കെ എളുപ്പമല്ലേ, പൈസ വേണമല്ലോ. അപ്പോൾ വീട് വിറ്റ് അവരെ ചികിത്സ നടത്താമെന്നുള്ള തീരുമാനത്തിലിരിക്കുക. എങ്ങനെയെങ്കിലും റബ്ബേ അത് നടത്തി അസുഖം ഒന്ന് മാറിയാൽ മതിയായിരുന്നു. കള്ളമല്ല, പടച്ചോൻ പിന്നെയും പിന്നെ അങ്ങ് പരീക്ഷിക്കും അവരെ അങ്ങ്. വീട് വിൽക്കുമ്പോഴേ രണ്ടായിട്ടല്ലേ വായിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ മോക്ക് കൊടുക്കുമായിരിക്കുമല്ലോ അതിൻ്റെ ഒരു പങ്ക്. അത് കൊടുക്കണമല്ലോ. അപ്പോൾ ആ പയ്യനില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം മോക്കാണല്ലോ പിന്നെ അവകാശമുള്ളത്. അവൾക്കും കിട്ടുമായിരിക്കും ഓഹരിയല്ലേ. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി അവിടെ സംസാരിച്ചിട്ടുമില്ല. ഇപ്പം അവൾക്ക് ഓഹരി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം. എങ്ങനെയെങ്കിലും ആ തള്ളയൊന്ന് കൊണ്ടുപോയി അവരുടെ അസുഖം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുമ്പോഴാണ്. ഇപ്പൊക്കെ എന്തൊക്കെ അറിയണം. ഞാനേ അകത്തോട്ട് ചെല്ലട്ടെ. അവളെന്തേടി മോളെ റസിയ? കണ്ടില്ല അമ്മ. കുറച്ച് മുമ്പ് ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്ന കണ്ട്. എന്താ അമ്മ? എന്നാ അവള് പുറത്തുള്ള ജോലി വല്ലതും നോക്കുമായിരിക്കും. അമ്മ, എന്താ മോളെ? ഞാനിവിടെ വന്നത് റസിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നലെ മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുക. അവിടെ മുഖത്തൊരു തെളിച്ചം പോലും ഇല്ല. മറ്റേത് ഞാനിവിടെ വന്നാൽ എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. ഇപ്പോൾ അങ്ങനെയല്ല. എന്നെ കാണുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറി നടക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോഴായിരുന്നു അവർക്ക് വിഷമം. അവൾക്ക് തോന്നിക്കാണും, നേരത്തെ പോലെ അല്ലല്ലോ ഞാൻ, ഇനി തിരിച്ചൊരു പോക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവൾ എന്നോട് മിണ്ടാതെ നടക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അവൾക്കാണെങ്കിൽ ജോലി ചെയ്യാനും ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അവൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആക്കി ചെയ്തു തരുന്നല്ലാതെ അവളങ്ങ് ജോലിയും ചെയ്യത്തൊന്നുമില്ല. ഇപ്പം നീ ചെയ്യുന്നത് കണ്ടപ്പോൾ അവളങ്ങ് താനെ അങ്ങ് വലിഞ്ഞതായിരിക്കും. പിന്നെ മുഖത്തിന് തെളിച്ചം. ചിലപ്പോൾ ഒന്നെങ്കിൽ അവനുമായിട്ട് പിണങ്ങി വല്ലതും കാണും. അവൾ എന്തെങ്കിലും മേടിക്കാനാ പോകാനാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അവൻ ആദ്യം പറ്റത്തില്ലെന്ന് പറയും. 2 ദിവസം അവൾ മുഖം വീർപ്പിച്ച് ഇവിടെ നടക്കും. 3ൻ്റെ അന്ന് അവനത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒന്നും അല്ലടി. പിന്നെ അവളുടെ മുഖത്ത് എപ്പോഴാണ് തെളിച്ചമുള്ളത്? ഒരു സമയം അവിടെ മുഖത്ത് തെളിച്ചം കാണത്തില്ല. വല്ലപ്പോഴില്ല നീലക്കുറിഞ്ഞി പോകുന്ന പോലെ ആയിരിക്കും അവിടെ മുഖത്തൊരു തെളിച്ചം ഉണ്ടാകുന്നത്. എപ്പോഴും ഇതങ്ങനെയൊക്കെ തന്നെ. നീ അല്ലാതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട.
പിന്നെ ഇനി അങ്ങനെ വല്ലതാണെങ്കിൽ നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ വീടാ, അല്ലാതെ അവിടെ വീട്ടിലല്ലല്ലോ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നീ ജനിച്ചു വളർന്ന വീടാ. അതിന് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? വഴി കളഞ്ഞിട്ട് വരണമായിരുന്ന? അതുകൊണ്ട് മോളെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് കൂട്ടുകയൊന്നും വേണ്ട. അവളെ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. നിന്റെ കൂടെ നിന്റെ ഉമ്മായും ആങ്ങളെയും ഉണ്ട്. അവരില്ലെങ്കിൽ ഞാനുണ്ട് നിനക്ക്. കേട്ടല്ലോ? അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും എൻ്റെ മോള് മനസ്സ് വേദനിപ്പിക്കണ്ട. മോളിത് ചെയ്യ്. ഞാനേ അവളെന്തേലും നോക്കട്ടെ കേട്ടോ. ആഹാ, നീ ഇവിടെ ഇരിക്കുവായിരുന്ന? എവളെല്ലാം ഞാൻ നോക്കി. എന്തായിരുന്നു ഉമ്മ? ഒന്നുമില്ല. ഞാൻ അടുക്കളോട്ട് ചെന്നപ്പോഴത്തേക്ക് അവള് മാത്രമേ ഉള്ളൂ അവിടെ. നിന്നെ കണ്ടില്ലേ? അവിടുത്തെ വെച്ചപ്പം അവള് പറയുന്നത് മുമ്പ് വന്നിട്ട് പോയി അടുക്കള വന്നിട്ട് ഒന്ന് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ ആയിരിക്കും. മുറി ചെന്ന് നോക്കിയപ്പം മുറിയിലും കണ്ടില്ല. അതാ ചോദിച്ചു, നീ എന്തിവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന? ഒന്നുമില്ല. ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാ. അടുക്കളയിൽ ചെന്നപ്പോൾ അവളിന്ന് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാർക്കും കൂടെ ചെയ്യാനുള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു അവിടെ. അതാ പിന്നെ എനിക്ക് പോരുന്നത്. പിന്നെ ഓർത്ത് കുറച്ച് നേരം അവൾ ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ അവിടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ, അതുകൊണ്ടാ. അത് ശരിയാ, ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറി കിട്ടും. പക്ഷെ അത് ഒറ്റയ്ക്കല്ലല്ലോ, നീയും കൂടെ ഒന്ന് കൂടണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ശ്രദ്ധ ഒന്ന് കുറച്ചൊന്ന് മാറി കിട്ടിയേനെ. ഇതവൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു, നീ ഇവിടെ ഇരിക്കുന്നു, പിന്നെ അങ്ങനെയാ. അവിടെയാണ് ഉമ്മ കുഴപ്പം. ഇതിപ്പോൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് അവൾ തന്നെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി അവൾ തന്നെ അകന്ന് മാറ്റും. ഇതിപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവസാനം ചെന്ന് എത്തുന്നത് കരച്ചിലിനകത്താണ്. അവൾ വാ തുറക്കുന്നത് തന്നെ അവിടുത്തെ കാര്യം പറയാനായിട്ടാ. അത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അവളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. ഇതിപ്പോൾ എനിക്കും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിട്ടിരിക്കുക. അവളെ കാണുമ്പം തന്നെ എനിക്കും വിഷമമാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. ഞാൻ ഇക്കയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഉമ്മായും അവളും അങ്ങ് സമ്മതിച്ചാൽ മതി. അതേ നടക്കത്തുള്ളൂ. ഇപ്പോൾ അത് ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇക്കാക്കും ഞാൻ സൂചന കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? ആ തീരുമാനമൊക്കെ ഉണ്ട്. അത് വൈകിട്ട് ഉമ്മായും മോളോടത്തും പറയാം. അത് എന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇക്കയും കൂടെ വരട്ടെ. എന്നിട്ട് ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഉമ്മായും അവളും അങ്ങ് സമ്മതിച്ചാൽ മതി. എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് ഈ പറയുന്നത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അകത്തോട്ടൊന്ന് ചെല്ലട്ടെ. ഇനി എന്ത് തീരുമാനമാണോ റബ്ബേ എടുക്കാൻ പോകുന്നത്? ഇനി എൻ്റെ കുഞ്ഞിനെ ഇനി പുറത്താക്കാനുള്ള തീരുമാനം വല്ല ആയിരിക്കും. അതായിരിക്കും ഒറ്റയ്ക്കിരുന്ന് അവൾ ആലോചിച്ചെടുത്തത്. എടുക്കട്ടെ തീരുമാനം. എന്തോ ഞാനും കൂടെ ഒന്ന് അറിയട്ടെ.